1951 സെപ്റ്റംബർ 7 ആലപ്പുഴയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. അഭിഭാഷകൻ എന്ന ജോലിയിൽ നിന്ന് സിനിമയിലേക്ക്. 1971 ആദ്യ ചിത്രം. താരം എന്ന നിലയിൽ ഉയർന്നു വരാൻ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. യാതൊരു സിനിമാ പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഒരാൾ. വക്കീൽ ജോലി എന്ന സേഫായ പ്രൊഫഷൻ വിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു. നല്ലൊരു ജീവിതം എന്തിനാണ് കിട്ടാത്ത കാര്യത്തിനായി ചിലവഴിക്കുന്നത് എന്ന് എത്ര പേർ അയാളോട് ചോദിച്ചിട്ടുണ്ടാവും. ഇത് സിനിമയാണ്, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, അതൊക്കെ വേറെ ലോകമാണ്. ഇങ്ങനെ എത്ര പേർ അയാളെ ഉപദേശിച്ചിട്ടുണ്ടാവും. അവന് മുഴുത്ത വട്ടാണ്, സിനിമയെ വേറൊന്നും കണ്ടില്ല, അവൻ ആ വക്കീൽ പണി തന്നെ ചെയ്താൽ പോരെ എന്ന് എത്ര പേർ അയാളെ കളിയാക്കിയിട്ടുണ്ടാവും. എന്നാൽ കാലം കറങ്ങി 2024 വന്ന് നിൽക്കുമ്പോൾ കാലം അയാളെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ, 5 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം, 12 ഫിലിംഫെയർ അവാർഡുകൾ, 1998 പത്മശ്രീ, 2 സർവകലാശാലകളിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ്, സർക്കാരിൻ്റെ പ്രൊജക്റ്റുകളുടെ ഗുഡ്വിൽ അംബാസിഡർ, മലയാളത്തിലെ പ്രമുഖ ചാനൽ ശൃംഖലയുടെ ചെയർമാൻഷിപ്പ്, മികച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനി. 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പേര്, മമ്മൂട്ടി. മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. മമ്മൂട്ടി എന്നാൽ ഒരു മികച്ച നടൻ, താരം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കണ്ടുപഠിക്കാൻ ചിലതുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന മനുഷ്യൻ. സക്സസ് എന്ന വാക്കിലേക്ക് നമ്മെ എത്തിക്കാൻ കഴിയുന്ന ചില മന്ത്രങ്ങൾ. ടേക്ക് റിസ്ക് ആൻഡ് മേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ മാത്രം ധൈര്യം നിങ്ങൾക്കായെങ്കിൽ വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് നിങ്ങൾ വെച്ചു എന്നാണ് അർത്ഥം. വക്കീൽ ജോലി എന്ന സ്ഥിരമായൊരു ജോലി ഉപേക്ഷിച്ച് സങ്കീർണതകളും വിജയസാധ്യത വളരെ കുറഞ്ഞതുമായ സിനിമ എന്ന മേഖലയിലേക്ക് അദ്ദേഹം വരാൻ കാണിച്ച ധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആരംഭം. കം ഔട്ട് ഫ്രം കംഫർട്ട് സോൺസ്. നമ്മെ ചലഞ്ച് ചെയ്യാത്ത, നമുക്ക് ഏറ്റവും കംഫർട്ട് തരുന്ന സർക്കിളുകളിൽ നിന്ന് പുറത്തു വരിക. എപ്പോഴും സൗഹൃദങ്ങളുടെ കംഫർട്ട് നോക്കാതെ പുതിയ പ്രതിഭയുള്ള സംവിധായകരെ തേടിപ്പിടിച്ച് തൻ്റെ എല്ലാ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്തയാളാണ് മമ്മൂക്ക. വലിയ വിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എഴുതി ചേർത്തതും ഇങ്ങനെയാണ്. ബി ഗ്രീഡി. മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് നിരന്തരം നല്ല സിനിമകൾ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്നുണ്ട്, തനിക്ക് ആർത്തിയാണെന്ന്. അത് പൈസയോടുള്ള ആർത്തിയല്ല, നല്ല വേഷങ്ങളോടും തന്നിലെ നടനെ വെല്ലുവിളിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളോടുമാണ്. ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും അയാളുടെ ഉള്ളിലെ നടന് അഭിനയിച്ച് ആർത്തി മാറിയിട്ടില്ല. ഉള്ളിലെ അഭിനയ മോഹത്തിൻ്റെ കനൽ കെട്ടിട്ടില്ല. ബി ഡിസിപ്ലിൻഡ്. 70-ന് മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശബ്ദത്തെയും ഇനിയും വരാനുള്ള കഥാപാത്രങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നത് അത്ഭുതമാണ്. അത് ഒരു വർഷത്തേക്കോ ഒരു സിനിമയ്ക്കോ വേണ്ടിയല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അയാൾ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിലെ ഇനിയും കെട്ടടങ്ങാത്ത അഭിനയ മോഹത്തിൻ്റെ ആർത്തിയെ ശമിപ്പിക്കാൻ തൻ്റെ ശരീരവും മനസ്സും ശബ്ദവുമാണ് തൻ്റെ ആയുധങ്ങൾ എന്ന തിരിച്ചറിവാണ് ആ സൂക്ഷ്മതയ്ക്കുള്ള കാരണം. ചലഞ്ച് അവർ സെൽഫ്. ജന്മസിദ്ധമായ കഴിവെന്ന സൗജന്യത്തിൻ്റെ സഹായമില്ലാതെ തൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന് അയാൾ തന്നിലെ നടനെ പരുവപ്പെടുത്തി. ഓരോ കഥാപാത്രങ്ങളും മുൻപ് ചെയ്ത വേഷങ്ങളെക്കാൾ മികച്ചതാക്കാൻ അധ്വാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചു മിനുക്കിയെടുത്തതാണ്, ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയിലെ നടൻ തൻ്റെ നടനത്തിലെ തിളക്കം കൊണ്ട് ഓരോ സിനിമ കഴിയും തോറും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. ബി അപ്ഡേറ്റഡ്. ഇതൊരിക്കലും അദ്ദേഹം വാങ്ങിക്കൂട്ടുന്ന ബ്രാൻഡ് ന്യൂ കാറുകളെക്കുറിച്ചോ ഗാഡ്ജറ്റുകളെക്കുറിച്ചോ ഒന്നുമല്ല. മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂകൾ, പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് എത്തരത്തിൽ മാറുന്നു എന്ന്. കാലം ചെല്ലും തോറും മമ്മൂട്ടി എന്ന വ്യക്തിയുടെ അപ്ഡേറ്റഡ് വേർഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം എത്രത്തോളം സ്വയം നവീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് കാതൽ എന്ന സിനിമയുടെ നായകനായും പ്രൊഡ്യൂസറായും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, സക്സസ് എന്ന ചെറിയ വലിയ വാക്കിലേക്കെത്താൻ എളുപ്പം പറയാവുന്ന മന്ത്രം ബി ലൈക്ക് മമ്മൂക്ക.